നമസ്കാരം. നമ്മുടെ പോലീസിൽ നിയമങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും സംഘപരിവാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവാർഡിൽ പോലും പ്രതിഫലിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയിപ്പോലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അങ്ങനെ ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, മുമ്പ് ഭരിച്ചിരുന്നവർ ആയിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോഴായി അണികൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നത്. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ ആരെങ്കിലും കൊലപ്പെടുത്തി അവർക്ക് വീരപുരുഷന്മാരായിരിക്കാം. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അതിങ്ങനെയല്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തിയാലും അവരൊക്കെ കുറ്റവാളികളാണ്. അതിന് അവർക്ക് അർഹിച്ച ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ്, ഏത് പാർട്ടി ആയാൽ പോലും. പക്ഷേ നമ്മൾ കാണുന്നത് ഗവൺമെൻറ് സ്പോൺസേഡ് സംരക്ഷണം ഇവർക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ജനങ്ങൾ ജയിലിൽ കൺവിക്റ്റായി നിൽക്കുന്നുള്ള ഒരു ആൾക്കാർക്ക് കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ പ്രാതിനിധ്യം ഇവർക്ക് ലഭിക്കുന്നു, കൂടുതൽ പരോളുകൾ ഇവർക്ക് ലഭിക്കുന്നു. നമുക്ക് കുഞ്ഞനന്തൻ്റെ കാര്യം നമുക്കറിയാവുന്ന കഴിയാണ്. കുഞ്ഞനന്തനെ കോടതി ശിക്ഷിച്ചിട്ട് പോലും TP വധക്കേസിൽ കോടതി ശിക്ഷിച്ചതാണ്. എന്നിട്ട് പോലും സഖാക്കന്മാർ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കുഞ്ഞനന്തൻ മരണപ്പെട്ടപ്പോൾ അതിന് അത്രയേറെ ആളുകളാണ് സഖാക്കന്മാർ വന്നിട്ടുള്ളത്. കാരണം അവയാളെ ഒരു കൊലയാളിയായെന്ന് തീരുമാനിക്കുന്ന ഗവൺമെൻറ്റും സമ്മതിച്ച് അത്ര ഇതായിട്ടില്ല. കോടതി എന്ത് പറഞ്ഞാൽ പക്ഷേ ഗവൺമെൻറ്റിന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞ കോടതിയെ മാനിക്കുകയും ഇതിനെതിരായി പറഞ്ഞ കോടതി ശരിയല്ല എന്ന് വാദിക്കുന്ന ആൾക്കാരാണ് സർക്കാർ. പിന്നെ നമ്മൾ വിമർശിക്കുന്ന ആളുകളെ മതം നോക്കി സുഡാപ്പിയും സംഘീയമാക്കുന്ന ആളുകളും ഈ സഖാക്കന്മാരാണ്. അത് എനിക്ക് വ്യക്തമായി പല രീതിയിലും ലഭിക്കാറുണ്ട്. ഞാൻ വിമർശിക്കുന്നത് എല്ലാ പാർട്ടിയാണ്, അത് വിമർശിക്കേണ്ടത് ജനങ്ങളുടെ അവകാശവുമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. TP വധക്കേസിലെ പ്രതി കൊടി സുനി ഏതൊരു ട്രയലിന് വേണ്ടി കോടതിയിലെത്തിയതാണ്. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം അവരുടെ ശിങ്കടികൾ ശിങ്കടി എന്നത് സഖാക്കന്മാരാണല്ലോ, അവർ വന്ന് ഈ കൊടി സുനിക്ക് വേണ്ടി മദ്യസേവനം ചെയ്യുകയാണ്. ഇത് കണ്ട് പോലീസുകാർ മിണ്ടാതിരിക്കുന്നു. ഗവൺമെൻറ് ശക്തമായി നടപടിയെടുത്തു, പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കൊടിസുനിക്കെതിരെ ഒന്നുമില്ല കേട്ടോ, കൊടിക്കെതിരെ പരോള് കിട്ടൂല എന്നൊക്കെ ഇപ്പോൾ ഏതൊരു നേതാവൊക്കെ പറയും, ഇനി പരോള് കൊടുക്കില്ല. അതൊക്കെ നടക്കുന്നത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും പരോള്, ഏറ്റവും കൂടുതൽ പരോള് കിട്ടിയ ഈ കൊടിസുനിലെ ഈ കൊടിസുനി അടക്കം ഈ ക്രിമിനലുകൾക്കാണ്. ഇവർ പുറത്തിറങ്ങി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക കല്യാണം, അതുപോലെ പല രീതിയിലുള്ള പരിപാടികളിലൊക്കെ ഇവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ പങ്കെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതുപോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സർക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമായ കാര്യം. നിങ്ങൾ ആ ബിറ്റ് ഒന്ന് കണ്ടു നോക്കുക. തലശ്ശേരി കോടതിക്ക് തൊട്ടുമുന്നിൽ കടലിന് അഭിമുഖമായുള്ള ഹോട്ടലിലെ കാർ പാർക്കിങ്ങിലെ ദൃശ്യങ്ങളാണിത്. കൊടിസുനിയും സംഘവും പരസ്യ മദ്യപാനം നടത്തുന്ന ദൃശ്യങ്ങൾ. ഇക്കഴിഞ്ഞ 17-ന് ഉച്ചയോടെയാണ് സംഭവം. മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണയ്ക്കായി കൊണ്ടുവന്നതാണ് സുനിയെ. ഉച്ചഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് പരസ്യ മദ്യപാനം. കൊടിസുനി എത്തുന്നതറിഞ്ഞ് മദ്യവുമായി സൂട്ട് സംഘം പാർക്കിങ്ങിൽ കാത്തിരിക്കുകയായിരുന്നു. തുടർന്നാണ് സംഘം ചേർന്നുള്ള മദ്യപാനം. നിങ്ങൾ കണ്ടില്ലേ, കൊടിസുനിയെ പോലെ ഇത്രയും ഭീകരനായ ക്രിമിനൽ പുറത്തിറങ്ങുന്നത് ജനത്തിന് തന്നെ ദോഷമാണ്. ഇവരെ ഇതേപോലെ മദ്യസൽക്കാരം എന്നൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ് സ്പോൺസേഡ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ? കാരണം അതേ രീതിയിലുള്ള സംരക്ഷണമാണ് ഇവർക്ക് ജയിലിലടക്കം പുറത്തടക്കം ലഭിക്കുന്നത്. ഒരു കൊലപാതകയെ കോടതി ശിക്ഷിച്ച കൊലപാതകയെ ആ രീതിയിൽ കാണേണ്ടത് ഒരു ഭരിച്ച സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് ചെയ്യാതെ സർക്കാർ അവർക്ക് ഇഷ്ടം പോലെ പരോളുമൊക്കെ കൊടുക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന ഒരു പ്രവൃത്തിയല്ല.
നമ്മൾ BJPയിലെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുമ്പോഴും പല കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെ അത് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഏത് ഭരണകൂടമായാലും അവരുടെ കുറ്റവാളിനെ ആ രീതിയിലാണ് കാണേണ്ടത്. കാരണം പാർട്ടി അല്ല ഒരു സർക്കാർ എന്നത്, അത് ജനങ്ങളാണ്, പൊതുജനങ്ങളാണ്. അത് ഈ സർക്കാർ മറക്കാതിരുന്ന കൊള്ളാം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തൊരു സംഭവം കൂടി പറയാനുണ്ട്. RSS നേതാവ് ഒരു സദാനന്ദൻ മാസ്റ്റർ എന്നൊരു, അയാളുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, BJP RSS എന്തോ ആവട്ടെ, അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ വെട്ടിയെടുത്ത് കത്തിച്ച് കളഞ്ഞു CPM സഖാക്കൾ. കോടതി അവരെ ശിക്ഷിച്ചു. 30 വർഷത്തോളം ട്രയലാണ് നടന്നത്. അവർക്ക് ആ കൊടും ക്രിമിനലുകൾക്ക് യാത്ര നൽകാമെന്നത് ആളുകളാണ് രസം. നമ്മുടെ ശൈലജ ടീച്ചർ, ബഹുമാനത്തോടെ ഞാൻ കാണുന്ന ഒരു CPM നേതാവാണ് ശൈലജ ടീച്ചർ. അവരുടെ പ്രവർത്തനങ്ങൾ അത്രയും മികച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആ ടീച്ചറെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതുപോലുള്ള കൊലപാതകികളെ കയ്യടി നൽകി ജയിലിലേക്ക് യാത്ര അയക്കേണ്ട ഒരു വ്യക്തിത്വമല്ല താങ്കളുടേതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ്, അതുപോലെ നിരവധി CPM നേതാക്കളാണ് ഈ കൊടും ക്രിമിനലുകളെ യാത്ര അയക്കാനായിട്ട് ജയിലിലേക്ക് യാത്ര അയക്കാൻ വന്നിട്ടുള്ളത്. C. സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികളെ ജയിലിലേക്ക് യാത്ര അയക്കാൻ മുൻമന്ത്രി KK ശൈലജയും രാജ്യസഭാംഗമായ സദാനന്ദന്റെ കാലുകൾ വെട്ടിയെറിഞ്ഞ കേസിൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ ജയിലിലേക്ക് പോകുന്നത്. തലശ്ശേരി കോടതിയിൽ നിന്ന് യാത്ര അയക്കാൻ ജയിൽ ഉപദേശക സമിതി അംഗം MV സരളയും സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും ലാൽ സലാം പറയാനെത്തി. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്കായി പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുൻമന്ത്രി KK ശൈലജ പങ്കെടുത്തത്. 1994 ജനുവരി 25-ന് മട്ടന്നൂർ പെരിഞ്ചേരിയിൽ വെച്ച് RSS നേതാവും ഇപ്പോഴത്തെ രാജ്യസഭാംഗവുമായ C. സദാനന്ദന്റെ 2 കാലുകളും വെട്ടിയെടുത്ത കേസിലാണ് 8 CPMകാരെ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതികൾ അപ്പീലുകൾ പലതും തള്ളിയ സാഹചര്യത്തിലാണ് തലശ്ശേരി കോടതിയിൽ പ്രതികൾ ഇന്ന് കീഴടങ്ങിയത്. കോടതിക്ക് മുൻപിലും CPM പ്രവർത്തകർ പ്രതികൾക്ക് മുദ്രാവാക്യങ്ങളോടെ യാത്രയപ്പ് നൽകി. കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ MV സരളയും ലാൽ സലാം പറയാനെത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കയറുമ്പോഴും CPM പ്രവർത്തകരുടെ മുദ്രാവാക്യം. അക്രമത്തിന് കയ്യടി, അതുപോലെ അക്രമം ചെയ്ത് കൊലപാതകം ചെയ്ത കൊലപാതകികളെ വിളിക്കുന്ന ധീരനായ സഖാക്കളെ. ഇവിടുത്തെ നാടാണ്, നാം ഒരു രാഷ്ട്രമാണ്. ജനാധിപത്യം എന്ന വിശുദ്ധ ചട്ടക്കൂടിൽ പ്രവർത്തിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. നിയമം, നീതി എന്നിവ നോക്കിയാണ് കോടതി വിധി പറയുന്നത്. അപ്പോൾ ഇതുപോലെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്, പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ്. നീ അക്രമം ചെയ്താലും പിന്നീട് അത് പാർട്ടി കയ്യടി നൽകും എന്നാണ് ഇതിൽ ഈ രാഷ്ട്രീയ ഈ സീന് വഴി ഈ ഒരു വീഡിയോയിൽ ഈ സഖാക്കന്മാർ പറയാതെ പറയുന്നത്. അക്രമ രാഷ്ട്രീയം ചെയ്യുന്നവർ ഒരു നേതാവായി മാറുന്ന ഒരു അവസ്ഥ. നീതി മണ്ഡപം ശിക്ഷ വിധിക്കുമ്പോഴും പാർട്ടി യോദ്ധാവിൻ്റെ പോരാട്ടം എന്ന് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം കോടതിയെ വിശ്വാസ്യമല്ല എന്ന് തന്നെയാണ്. പാർട്ടി പറയുന്നത് എന്താണോ അതാണ് ആപ്തവാക്യം. ഇനി ശൈലജ ടീച്ചറിനെ കുറിച്ച് ഒന്ന് പറയണം. പകർച്ചവാദിയുടെ പോരാട്ടത്തിൽ താങ്കൾ ജനങ്ങൾക്ക് അത്രയേറെ കടപ്പാടുണ്ട് എന്ന് വെച്ച് ഈ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നിടത്ത് പോകുന്നത് ഞങ്ങൾ വിശ്വസിച്ച ആ ഒരു വ്യക്തിത്വത്തിന് ഒരു കളങ്കമുണ്ടാക്കി എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. അത്
ഞങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ശൈലജ ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം. കൊലപാതകികൾക്ക് ജയ് വിളിക്കുകയല്ല നേതാക്കന്മാരായ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പാർട്ടി ഭേദമന്യേ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ പെരുമാറേണ്ടത്. കൊലപാതകങ്ങൾ നടത്തിയ ഇതുപോലുള്ള ആളുകൾ കൈവിട്ട് കളയുക തന്നെയാണ് വേണ്ടത്. കാരണം അവർ സമൂഹത്തിന് ആപത്താണ്. ഏത് പാർട്ടി ആയാൽ പോലും കൊലപാതക രാഷ്ട്രീയം കേരളത്തിന് കളങ്കം തന്നെയാണ്. കോടതി ശിക്ഷിച്ചവരെ നേതാക്കൾ ആദരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്താണ് കാണുന്നത്? ഈ കൊലപാതകി ചെയ്ത ഈ വ്യക്തികളെ ആദരിക്കുമ്പോൾ ഇത് കാണുന്ന കുട്ടികളുമുണ്ട്. സിനിമയിലുള്ള ഇതുപോലുള്ള ക്രൈമുകളെ പറ്റി വാചാലരാകുന്ന സഖാക്കന്മാർ ഇതൊക്കെ ഒന്ന് നോക്കിക്കാണുന്നത് നല്ലത് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അക്രമം കൊണ്ട് ഒരിക്കലും ഒരു വിജയവും നേടാനാവില്ല. അതിന് സമാധാനമാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് മഹാത്മാഗാന്ധി നടപ്പാക്കിയത്, അഹിംസ എന്ന കാര്യം. അക്രമം നടത്തി വലുതാവേണ്ട കാര്യമല്ല ഒരു രാജ്യത്തിനുള്ളത്. ആവശ്യമായി വന്നിട്ടുണ്ട് പല രീതിയിലും, പല അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അത് ഏറെയാണ്. ഇന്ന് നിയമ സംവിധാനം അത്രയേറെ ശക്തമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങുന്നത് ഒന്ന് ആലോചിച്ചിട്ടാവണം എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.